ഹായ്. ചില ആളുകൾ നമ്മളെ കോർപ്പറേറ്റ് മീറ്റിങ്ങുകളിൽ കാണും. അവർ മീറ്റിങ്ങുകളിൽ ഫിസിക്കലി പ്രസന്റ് ആയിരിക്കും. ബട്ട് കോൺവെർസേഷനിൽ സീറോ ആയിരിക്കും. അവർക്ക് സ്പീക്കപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരുപാട് ക്ലാരിറ്റി ഉള്ള ആളുകളായിരിക്കും, ഒരുപാട് ഐഡിയാസ് ഉള്ള ആളുകളായിരിക്കും, നന്നായിട്ട് ഒബ്സർവേഷൻസ് ഉള്ള ആളുകളായിരിക്കും. പക്ഷേ ഒരു മീറ്റിംഗ് വരുമ്പോൾ, ഒരു ഫോർമൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ള പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. റീസെന്റ് ആയിട്ട് ഞാൻ ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം ഇത് മറ്റുള്ളവരോടും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യാണ്. അദ്ദേഹം ഒരു മാനേജീരിയൽ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും ഈ CXO ലെവലിലുള്ള ആളുകളായിട്ട് മീറ്റിംഗ് ചെയ്യാനുള്ള അവസരം കിട്ടാറുണ്ട്. പക്ഷേ മീറ്റിംഗിൽ എപ്പോഴും സൈലന്റ് ആയിരിക്കും. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എല്ലാം ഉള്ള ആൾ തന്നെയാണ്. പക്ഷേ ഒരു CXO ലെവൽ മീറ്റിംഗിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല, ആ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കിത് പറയായിരുന്നു അങ്ങനെയുള്ളൊരു കുറ്റബോധം കൂടെ ഉണ്ടാവും. കാരണം അവർക്കുള്ള ഐഡിയയുടെ അത്ര പോലും ഐഡിയ ഇല്ലാത്ത ആളുകൾ അത് ഷെയർ ചെയ്യുകയും അവർ സ്പീക്കപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഒരു പേഴ്സണൽ സർക്കിളിൽ ഇദ്ദേഹം ഭയങ്കര ആക്റ്റീവാണ്. ഒരുപാട് ഫ്രണ്ട്സും ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ എപ്പോഴും ലീഡ് ചെയ്യുന്ന ഒരാളായിരിക്കും. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, നല്ല കോർഡിനേഷൻ സ്കില്ലുണ്ട്. ആ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഐഡിയാസുണ്ട്. നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആ ഒരു മേഖലയിൽ ഒരുപാട് ഐഡിയാസൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഫോർമൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൈറാർക്കി വരുന്ന സിറ്റുവേഷനുകളൊക്കെ വരുന്ന സമയത്ത് സംസാരിക്കാൻ കഴിയാത്തതും മറ്റ് സിറ്റുവേഷനിൽ സംസാരിക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. ഇത് നമുക്ക് വർക്ക് ചെയ്താൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.